to Mega Swarnamala. എട്ടാം ഘട്ടത്തിന്റെ ഒടുവിൽ രണ്ട് ടീമുകൾക്കും എത്ര പോയിന്റ്സ് നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. കോറൽ ടീം 25,000 points. 25,000 points ആണ് കോറൽ ടീമിന് ലഭിച്ചിരിക്കുന്നത്. റൂബി ടീം 26,000 points. 26,000 points ആണ് റൂബി ടീമിന് കിട്ടിയിരിക്കുന്നത്. വളരെ കടുത്ത മത്സരമാണ്. 1000 പോയിന്റ്സിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ റൗണ്ട് അവസാനിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ആരാണ്, ഏത് നിലയിലാണ്, ഏത് ടീമാണ് മുന്നിൽ നിൽക്കുന്നതെന്ന്. ഇനി ഈ സംഘത്തിലെ ശ്രീമതികൾ മത്സരിക്കുന്ന 9ാം ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെഗാ സ്വർണമഴയുടെ 9ാം ഘട്ടം. ഈ ഘട്ടത്തിൽ കോറൽ ടീമിൽ നിന്ന് സൗമ്യയും റൂബി ടീമിൽ നിന്ന് ശുഭജ ഭാനുവുമാണ് ഇവിടെ മത്സരിക്കാൻ എത്തുന്നത്. ഓരോരുത്തർക്കും 5 വ്യത്യസ്ത മേഖലകളിൽ നിന്നും ഓരോ ചോദ്യങ്ങളാണ്. ശരി ഉത്തരത്തിന് 1000 പോയിന്റ്സ്. വരൂ സൗമ്യ, റെഡിയാണോ? വിജ്ഞാനാണ് ആദ്യത്തെ സബ്ജക്ട്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ജനീവ, ഓപ്ഷൻ ബി ഹേഗ്, ഓപ്ഷൻ സി ന്യൂയോർക്ക്, ഓപ്ഷൻ ഡി ബ്രസൽസ്. ഓപ്ഷൻ എ ജനീവ. ഓപ്ഷൻ എ ജനീവ ശരിയായ ഉത്തരമാണ്. കോറൽ ടീമിലെ സൗമ്യക്ക് 1000 പോയിന്റ്സ് ആണ് ഇവിടെ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. സൗമ്യ, യു ആർ വെരി ലക്കി. ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്തോളൂ. ഒന്ന് തന്നെ, എന്നും 1ാം സ്ഥാനത്തിൽ നിൽക്കാനാണ് സൗമ്യക്ക് ആഗ്രഹം. 1 എടുത്തിരിക്കുന്നത്. 53 ഗ്രാം ഇവിടെ സൗമ്യ എടുത്തിരിക്കുന്നത്. സൗമ്യക്ക് ലഭിക്കാതെ പോയത് 53 ഗ്രാം ആണ്. എന്തായാലും സാരമില്ല. താങ്ക് യു സൗമ്യ, താങ്ക് യു സോ മച്ച്. പോയിന്റ്സ് എന്തായാലും നേടിയിട്ടുണ്ട്. ശുഭജ മാഡം ചോദ്യം ചോദിച്ചോട്ടെ, റെഡിയാണോ? മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേന്ദ്രമായിരുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി തിരൂർ, ഓപ്ഷൻ സി കുറ്റിപ്പുറം, ഓപ്ഷൻ ഡി പയ്യന്നൂർ. ഓപ്ഷൻ എ കോഴിക്കോട്. ഐ എം സോ സോറി മാഡം, ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ഡി പയ്യന്നൂരാണ് ശരിയായ ഉത്തരം. അപ്പൊ ഇങ്ങനെ പോയിന്റ്സ് ലഭിക്കുന്നില്ല. 60 ഗ്രാം നേരത്തെ ബ്ലോക്ക്ഡ് ആയിട്ടുണ്ട്. അടുത്തത് 59 ഗ്രാം ആണ്. 59 ഗ്രാം നിങ്ങൾ ബ്ലോക്ക് ചെയ്യാണ്. സോറി മാഡം, ഇനിയും സമയമുണ്ട്. ഐ എം ഷുവർ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. കാലാപാനി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ആര്? ഓപ്ഷൻ എ ഹരിഹരൻ, ഓപ്ഷൻ ബി സിബി മലയിൽ, ഓപ്ഷൻ സി പ്രിയദർശൻ, ഓപ്ഷൻ ഡി ഷാജി കൈലാസ്. ഓപ്ഷൻ സി പ്രിയദർശൻ. ഓപ്ഷൻ സി പ്രിയദർശൻ ശരി ഉത്തരമാണ്. കോറൽ ടീമിലെ സൗമ്യക്ക് 1000 പോയിന്റ്സ് വീണ്ടും ലഭിച്ചിരിക്കുന്നു. ഓക്കെ, സൗമ്യക്ക് ഇഷ്ടമുള്ള കളം ഒന്ന് തുറന്നോളൂ. ഗ്രാം. വെരി ഗുഡ്. 47 ഗ്രാം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. കൺഗ്രാറ്റുലേഷൻസ് സൗമ്യ. അങ്ങനെ നമ്മൾ റൂബി ടീമിലോട്ടാണ് കടക്കുന്നത്. അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലെ നായിക ആരായിരുന്നു? ഓപ്ഷൻ എ ശോഭന, ഓപ്ഷൻ ബി ഭാനുപ്രിയ, ഓപ്ഷൻ സി രേവതി, ഓപ്ഷൻ ഡി ഊർവശി. ഓപ്ഷൻ എ ശോഭന. ഓപ്ഷൻ എ ശോഭന ശരിയായ ഉത്തരമാണ്. റൂബി ടീമിന് 1000 പോയിന്റ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ശുഭജ മാഡം, കൺഗ്രാറ്റുലേഷൻസ്. മാഡത്തിന് ഇഷ്ടപ്പെട്ട നമ്പർ സെലക്ട് ചെയ്തോളൂ. ഏത് നമ്പറാണ്? എന്തായിരിക്കും അതിന്റെ പുറകിൽ ഉദ്ദേശം? പറയും. 45 ആകണം എന്നാണ്. ശരി, നോക്കാം. 58 കിട്ടിയിരിക്കുന്നത്. 45 ആകണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷെ ഭാഗ്യദൈവം തുണച്ചില്ല. 58 ഗ്രാം ആണ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയത്. സാരമില്ല, എന്തായാലും പോയിന്റ്സ് നേടിയിട്ടുണ്ട്. ശുഭജ മാഡം, ഇനിയും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്. സൗമ്യ, 2006 ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ ഏത്? ഓപ്ഷൻ എ ജർമ്മനി ഇറ്റലി, ഓപ്ഷൻ ബി ഇറ്റലി ഫ്രാൻസ്, ഓപ്ഷൻ സി ഇറ്റലി ബ്രസീൽ, ഓപ്ഷൻ ഡി ബ്രസീൽ പോർച്ചുഗൽ. ഓപ്ഷൻ ബി ഇറ്റലി ഫ്രാൻസ്. ഓപ്ഷൻ ബി ഇറ്റലി ഫ്രാൻസ് ശരിയായ ഉത്തരാണ്.
1000 പോയിന്റ്സ് സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്. സൗമ്യക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ ഒന്ന് സെലക്ട് ചെയ്തോളൂ. നമ്പർ 13 സൗമ്യ തുറക്കുന്നത്. എത്രയുണ്ട്? 49. നോട്ട് ബാഡ്. 49. ഗുഡ്. ചലോ ശുഭജ മാഡം, കായിക രംഗത്തെ പരിശീലകർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ഏത്? ഓപ്ഷൻ എ ഭാരത് രത്ന, ഓപ്ഷൻ ബി അർജുന അവാർഡ്, ഓപ്ഷൻ സി ദ്രോണാചാര്യ അവാർഡ്, ഓപ്ഷൻ ഡി കീർത്തി ചക്ര. ഓപ്ഷൻ സി ദ്രോണാചാര്യ അവാർഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ദ്രോണാചാര്യ അവാർഡ്. അശോകൻ സാർ വളരെയധികം ശക്തിയോടെയാണ് കൈയോട്ടുന്നത്. സന്തോഷം. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കാം. 1000 പോയിന്റ്സ് റൂബി ടീമിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. മാഡം ഇഷ്ടപ്പെട്ട നമ്പർ സെലക്ട് ചെയ്തോളൂ. 3 ആണ്. ശരി, ഓക്കെ. അജ്ജോ 53. നല്ല ഹൈറ്റ് നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത്. സാരല്ല, പോട്ടെ. 53 ആണ് മാഡം എടുത്തിരിക്കുന്ന നമ്പർ. 53 ഗ്രാംസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചോദിക്കട്ടെ, ചരിത്രമാണ് സബ്ജക്ട്. ഇന്ത്യയിൽ ആദ്യമായി 1 രൂപ നാണയം ഇറക്കിയത് ആരുടെ ഭരണകാലത്താണ്? ഓപ്ഷൻ എ ഷാജഹാൻ, ഓപ്ഷൻ ബി ഷേർഷാ സൂരി, ഓപ്ഷൻ സി ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഓപ്ഷൻ ഡി റസിയ ബീഗം. ഓപ്ഷൻ ബി ഷെർഷാ സൂരി. ഷേർഷാ സൂരിയാണ് ശരിയായ ഉത്തരം. സൗമ്യ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. സൗമ്യക്ക് 1000 പോയിന്റ്സ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വരൂ, സൗമ്യയുടെ ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ പറയൂ. ഇത് ഞാൻ തുറന്നോട്ടെ. ഇത്ര നേരം നിങ്ങൾ തുറന്നില്ലേ? പറഞ്ഞാൽ ഞാൻ തുറന്നോട്ടെ. 40. അതിന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ തുറക്കുള്ളൂ. എന്താ സമ്മതിക്കില്ല കേട്ടാ. ഏത് നമ്പറാ തുറക്കണ്ടത് പറയൂ. തിരിച്ചോളൂ. $54. 54 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. സാരമില്ല സൗമ്യ. 54 ഗ്രാം സ്വർണം കോറൽ ടീമിന് ലഭിക്കുന്നില്ല. അടുത്തത് നമ്മൾ റൂബി ടീമിലോട്ടാണ് പോകുന്നത്. ചോദ്യം വരുന്നതിന് മുമ്പ് ടീച്ചറുടെ കണ്ണ് കളത്തിലാണ്. ചോദിക്കട്ടെ, കനിഷ്കിന്റെ സഭയിലെ ആയുർവേദ ആചാര്യൻ ആരായിരുന്നു? ഓപ്ഷൻ എ സുശ്രുതൻ, ഓപ്ഷൻ ബി ചരകൻ, ഓപ്ഷൻ സി ധന്വന്തരി, ഓപ്ഷൻ ഡി ശബനൻ. ഓപ്ഷൻ സി ധന്വന്തരി. ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി ചരകനാണ് ശരിയായ ഉത്തരം. പോയിന്റ്സ് ഒന്നും ലഭിക്കുന്നില്ല. ഐ എം സോ സോറി. അടുത്ത ഏറ്റവും കൂടുതൽ ഗ്രാം ഞങ്ങൾ ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. 57 ഗ്രാം. സോറി, നിയമം അനുസരിച്ച് ഇത് ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തതായിട്ട് വരും. ഓക്കെ, അടുത്തത് കോറൽ ടീമിനോടുള്ള ചോദ്യമാണ്. സൗമ്യ, ഭൈരവന്റെ തുടി ആരെഴുതിയ കവിതയാണ്? ഓപ്ഷൻ എ പി ഭാസ്കരൻ, ഓപ്ഷൻ ബി ഒ.എൻ. വി. കുറുപ്പ്, ഓപ്ഷൻ സി വള്ളത്തോൾ, ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ. ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ. ക്ഷമിക്കണം, ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ ബി ഒ.എൻ. വി. കുറുപ്പാണ് ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം. പോയിന്റ്സ് ഒന്നും ലഭിക്കുന്നില്ല. ഐ എം വെരി സോറി. അടുത്ത ഏറ്റവും കൂടുതൽ ഗ്രാമുള്ള കളം ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അതായിട്ട് വരും. ഓക്കെ, 58 ഗ്രാം. ഓക്കെ സൗമ്യ, കരിയാണോ? കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന്. ഈ ഘട്ടത്തിലെ അവസാന ചോദ്യമാണ്. യന്ത്രം ആരെഴുതിയ നോവലാണ്? ഓപ്ഷൻ എ തകഴി, ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ, ഓപ്ഷൻ സി കോവിലൻ, ഓപ്ഷൻ ഡി മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓപ്ഷൻ ഡി മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓപ്ഷൻ ഡി മലയാറ്റൂർ രാമകൃഷ്ണൻ ശരിയായ ഉത്തരവാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 പോയിന്റ്സ് വീണ്ടും ശുഭജ മാഡത്തിന് ലഭിച്ചിരിക്കുന്നു. ഇഷ്ടമുള്ള കളം ഒന്ന് തുറന്നോളൂ.
55. എല്ലാം നഷ്ടം. അത്ര നഷ്ടക്കച്ചവടമാണെന്നാണ് ടീച്ചറുടെ സൈഡിൽ നിന്ന് പറയുന്നത്. സാരല്ല, നഷ്ടക്കച്ചവടം അല്ല, ലാഭക്കച്ചവടമാണ്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. 55 ഗ്രാം ആണ് ഈ കളത്തിന്റെ പിന്നിൽ. ഈ 55 ഗ്രാം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. താങ്ക് യു ശുഭജ മാഡം. അസലായി കളിച്ചു. 2 ടീമിലെയും ശ്രീമതികൾ വളരെ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. താങ്ക് യു സോ മച്ച്. ഓക്കെ, 9ാം ഘട്ടത്തിലെ അവസാന ഭാഗമായപ്പോൾ ഓരോ ടീമിനും എത്ര പോയിന്റ്സ് വീതം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കോറൽ ടീം 29,000 പോയിന്റ്സ്, റൂബി ടീം 29,000 പോയിന്റ്സ്. ഇനി അവശേഷിക്കുന്നത് മെഗാ സ്വർണമഴയുടെ ക്ലൈമാക്സ് മാത്രമാണ്. സെമി ഫൈനലിലേക്ക് പോകുന്നത് ആരാണെന്ന് അവിടെ തീർച്ചയായിട്ടും തീരുമാനമുണ്ടാവും. ഇനി മെഗാ സ്വർണമഴയുടെ 10th റൗണ്ട്. ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നത് സംഘത്തിന്റെ നായകന്മാരാണ്. കോറൽ ടീമിലെ ബിനു, റൂബി ടീമിൽ നിന്ന് അശോകൻ. വരും. 6 വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഓരോ ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാം. ഓരോ ശരി ഉത്തരത്തിനും 1000 പോയിന്റ്സ് വീതം ലഭിക്കും. ചോദിക്കാം. റെഡി അല്ലേ? പൊതുവിജ്ഞാനമാണ് ആദ്യത്തെ. റൂർക്കേല ഇരുമ്പ് ഉരുക്ക് വ്യവസായശാല ഏത് സംസ്ഥാനത്തിലാണ് ഉള്ളത്? ഓപ്ഷൻ എ ഒറീസ, ഓപ്ഷൻ ബി ബംഗാൾ, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി ഹരിയാന. ഓപ്ഷൻ എ ഒറീസ. ഓപ്ഷൻ എ ഒറീസ ശരിയായ ഉത്തരമാണ്. കോറലിലെ മിസ്റ്റർ ബിനുവിന് 1000 പോയിന്റ്സ് ആണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഏത് കളം നോക്കണം ഇപ്പോഴേ നോക്കി തുടങ്ങിയിട്ടുണ്ട്. വന്നോളൂ വന്നോളൂ. ആ ചിരിയിൽ നിന്ന് എന്ത് മനസ്സിലാവുന്നു? ഏറ്റവും കൂടുതൽ സ്വർണം കിട്ടിയിരുന്നത് മനസ്സിലാവുന്നത്. 57 ഗ്രാം ആണ് അദ്ദേഹം എടുത്തിരിക്കുന്ന കളത്തിൽ പിന്നിൽ വെച്ചിരിക്കുന്ന സ്വർണം. മിസ്റ്റർ ബിനു, താങ്ക് യു സോ മച്ച്. 57 ഗ്രാം നിങ്ങളുടെ ഭാഗ്യത്തിൽ നിന്ന് പോയിരിക്കുകയാണ്. അടുത്തത് റൂബി ടീമിലെ അശോകൻ സാറിനോടാണ് ചോദ്യം. ഏറ്റവും കനം കുറഞ്ഞ ലോഹം ഏത്? ഓപ്ഷൻ എ സ്വർണം, ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി ലിഥിയം, ഓപ്ഷൻ ഡി വെള്ളി. സി ലിഥിയം. ഓപ്ഷൻ സി ലിഥിയം ശരിയായ ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. റൂബി ടീമിന് 1000 പോയിന്റ്സ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ധൃതിന്റെ വേഗം വന്ന് തുറന്നോളൂ. എന്തേ? വലുത് തന്നെ അടുത്തത്. വലുത് തന്നെ. അവര് 3 പേര് കച്ചവട്ടി ഇറങ്ങിയിരിക്കുക. ഞങ്ങൾ വലുത് തന്നെ എടുക്കുള്ളൂ. 54 ഗ്രാം. 54 ഗ്രാം. സോറി മിസ്റ്റർ അശോകൻ, 54 ഗ്രാം നിങ്ങളുടെ ഭാഗ്യത്തിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, കായികത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ബാറ്റിസ്റ്റൂട്ട ഏത് കളിയിലാണ് ലോക പ്രശസ്തനായത്? ഓപ്ഷൻ എ ഹോക്കി, ഓപ്ഷൻ ബി ബാസ്കറ്റ്ബോൾ, ഓപ്ഷൻ സി വോളിബോൾ, ഓപ്ഷൻ ഡി ഫുട്ബോൾ. ഓപ്ഷൻ ഡി ഫുട്ബോൾ. ഓപ്ഷൻ ഡി ഫുട്ബോൾ ശരിയായ ഉത്തരമാണ്. 1000 പോയിന്റ്സ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. പ്ലീസ് എടുത്തോളൂ. വെരി ഗുഡ്. 45 ഗ്രാം. ഇങ്ങനെ ഏറ്റവും കുറവ് 45 ഗ്രാം ആണ് മിസ്റ്റർ ബിനു എടുത്തിരിക്കുന്നത്. 45 ഗ്രാം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. കൺഗ്രാറ്റുലേഷൻസ്. ഇതുപോലെ തന്നെ നല്ല ഉഷിരോടുകൂടി മുന്നിട്ട് കളിക്കണം. ഓക്കെ. വിനോദ് കാംബ്ലി രഞ്ജി ട്രോഫിയിൽ ഏത് ടീമിന് വേണ്ടിയാണ് കളിച്ചത്? ഓപ്ഷൻ എ ബറോഡ, ഓപ്ഷൻ ബി ബംഗാൾ, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി മുംബൈ. ഓപ്ഷൻ ഡി മുംബൈ. ഓപ്ഷൻ ഡി മുംബൈ ശരിയായ ഉത്തരവാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 പോയിന്റ്സ് വീണ്ടും റൂബി ടീമിന് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളം ഒന്ന് എടുത്തോളൂ. തവണയെങ്കിലും ഭാഗ്യദൈവം തുണയ്ക്കട്ടെ. പ്രാർത്ഥിച്ചെടുത്തോളൂ കേട്ടോ. കണ്ടോ? ഇപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം, അപ്പൊ കിട്ടും. 45 ഗ്രാം. കൺഗ്രാറ്റുലേഷൻസ്. റൂബി ടീമിന് 45 ഗ്രാം ഏറ്റവും കുറഞ്ഞ സഞ്ചിയാണ്. 45 ഗ്രാം ആണ് നിങ്ങളുടെ ഭാഗ്യം നിന്ന് പോയിരിക്കുന്നത് ഇപ്പോ. ഓക്കെ, അടുത്ത കോറൽ ടീമിനോടുള്ള ചോദ്യമാണ്. സാഹിത്യമാണ് വിഷയം.
ചോദ്യം. സംസ്കൃതം ഒഴികെ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭാഷ ഏത്? ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി തെലുങ്ക്, ഓപ്ഷൻ സി മലയാളം, ഓപ്ഷൻ ഡി തമിഴ്. ഓപ്ഷൻ ഡി തമിഴ്. ഓപ്ഷൻ ഡി തമിഴ് ശരിയായ ഉത്തരവാണ്. വാശിയേറെ മത്സരമാണ് നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. കോറൽ ടീമിലെ ബിനുവിന് വീണ്ടും 1000 പോയിന്റ്സ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വരൂ, മിക്കവാറും സെമിഫൈനലിൽ 2 ടീമും ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ട കളം സെലക്ട് ചെയ്തോളൂ. 56 ഗ്രാം 56 ഗ്രാമുള്ള സഞ്ചിയാണ് ഏറ്റവും കൂടുതൽ. അടുത്തത് ബാക്കി നമ്മൾ ബ്ലോക്കിലെ 56 ഗ്രാമുള്ള സഞ്ചിയാണ് ബിനുയുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്നത്. സോറി, ഇത്രയും ഗ്രാം നിങ്ങളുടെ ഭാഗ്യത്തിൽ പറഞ്ഞിട്ടില്ല. താങ്ക് യു. അടുത്ത റൂബി ടീമിന്റെ ഊഴമാണ്. അശോകൻ സാർ റെഡിയാണല്ലോ. ദ്വീപ് ആരെഴുതിയ നാടകമാണ്? ഓപ്ഷൻ എ കാവാലം നാരായണ പണിക്കർ, ഓപ്ഷൻ ബി സി രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി തിലകൻ, ഓപ്ഷൻ ഡി പി എം താജ്. ഡി പി എം താജ്. ഉത്തരം തെറ്റാണ്. ഐ എം സോറി. ഓപ്ഷൻ ബി സി രാധാകൃഷ്ണനാണ് ശരിയായ ഉത്തരം. പോയിന്റ്സ് ഒന്നും ലഭിക്കുന്നില്ല. അടുത്ത ഏറ്റവും കൂടുതൽ ഗ്രാം ഉള്ള കളം ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. 52 ഗ്രാമിന്റെ ഈ കളമാണ് സാറിന്റെ ഭാഗ്യത്തിൽ നിന്ന് പോയിരിക്കുന്നത്. ഇനി 3 ചോദ്യങ്ങൾ വീതം അവശേഷിക്കുന്നുണ്ട്. ഈ സർഗത്തിൽ നിന്നുള്ള സെമി ഫൈനലിലേക്ക് പോകുന്ന സംഘം ഏതെന്നറിയുന്നതിന് മുമ്പ് നമുക്ക് കാത്തിരിക്കാം ഒരു ചെറിയ ഇടവേള.